ആണല്ലേ ചേച്ചി? ആ അത് ശരി. അയ്യോ ആ കഴിക്കുവാന്നോ? ആ കഴിക്കുന്ന കഴിച്ചോട്ടെ, കൊടുക്കണ്ട കഴിച്ചോട്ടെ അവിടെ ഇരുന്ന്. ഞങ്ങൾ തിരക്കിന്ന് പറഞ്ഞാൽ മതി ചേച്ചി. അതെ. ഓ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ മീന് വിലക്കുറവാണല്ലോ. സ്പെഷ്യലായിരിക്കും. ആ പിന്നെ ഞങ്ങളൊരു ടൂറ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് 2 ദിവസത്തേക്ക് വിളിച്ചാലൊന്നും കിട്ടത്തില്ല, സിഗ്നൽ കാണത്തില്ലായിരിക്കും അവിടെ. ചേച്ചി ഒന്ന് അമ്മയോട് പ്രത്യേകം പറഞ്ഞേക്കണേ, ഇല്ല അമ്മ ചിലപ്പോൾ ടെൻഷൻ അടിക്കും. അതെ. ആ പറഞ്ഞാൽ മതി, പറഞ്ഞാൽ മതി. പിന്നെ ചേച്ചി അമ്മയ്ക്ക് ബിപിയുടെ ഷുഗറിന്റെ ഒക്കെ മരുന്ന് കൊടുക്കണേ കറക്റ്റ് ആയിട്ട്, ഇല്ലെങ്കിൽ വയ്യാണ്ടാവും. അതെ. എന്നാ ശരി. ആയിക്കോട്ടെ. നമുക്ക് വായിക്കണ്ടേ? പിന്നെ ഏട്ടൻ എന്ത് ചെയ്യാ? ഓയിലേക്കായിരുന്നു. എന്താ പറ്റി മുഖത്തിന് പാട്ടം? നമുക്കൊരു അമ്മയെ ദത്തെടുക്കാം. അമ്മയെ ദത്തെടുക്കാനോ? നിനക്ക് എന്ത് പടി? ആമസോണിൽ സാധനം ഓർഡർ ചെയ്തതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ അവർ എന്ത് ഹാപ്പി ആണെന്ന് അറിയാമോ? അവരുടെ കളിയും ചിരി ഇവിടെ വരെ കേൾക്കാം. അതാണോ നിനക്ക് സഹിക്കാൻ പറ്റാത്തത്? അയ്യോ അതല്ല, അവരൊരു അമ്മയെ ദത്തെടുത്തതിന് ശേഷമല്ലേ ഇത്ര ഹാപ്പി ആയത്. നമുക്കും ഒരു അമ്മയെ ദത്തെടുക്കാം. എൻ്റെ പൊന്നു പാറു, അമ്മയെ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. അതിനൊക്കെ ഒരുപാട് നിയമവശങ്ങളും ഒക്കെ ഉള്ളേ. നമുക്ക് സ്നേഹിക്കാൻ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ വേണ്ട ഏട്ടാ. എടി അതിലൊരു കുഞ്ഞിക്കാല് പോരെ, അപ്പം നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറത്തില്ലേ? ഏട്ടാ കുഞ്ഞിൻ്റെ സ്നേഹം വേറെ, അമ്മയുടെ സ്നേഹം വേറെ. ഒരമ്മയ്ക്ക് അമ്മ തന്നെ വേണം. ഇപ്പം നിനക്ക് എന്തോ ഒരു അമ്മയെ വേണം, അത്രയല്ലേ ഉള്ളൂ. നീ ഒരാഴ്ച വെയിറ്റ് ചെയ്യ്, ഞാൻ നോക്കട്ടെ. എന്നോട് ഒരുങ്ങി നിൽക്കാൻ വേണ്ട, ഏട്ടനോട് പോയതാ. പുഞ്ചിരി തേൻ തൂമൊഴി കുഞ്ഞി കൺമണി നീ മണ്ണിലെ ഞാൻ അമ്മയുടെ മോളാ, ഇത് മോൻ. ഇനി നമ്മുടെ വീടാ. കുണുങ്ങും കൊഞ്ചലിൽ അറിയാതേതോ മോഹം. അമ്മയ്ക്ക് വീടൊക്കെ ഇഷ്ടമായോ? എന്തിനാ മക്കളെ ഇത്രയും വലിയ വീട്ടിലോട്ട് എന്നെ കൊണ്ടുവന്നേ? എൻ്റെ മക്കൾക്ക് പോലും എന്നെ വേണ്ടായിരുന്നു, അവർക്ക് പോലും എന്നെ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നെ എൻ്റെ മക്കൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. കണ്ണുള്ളവർക്ക് അതിൻ്റെ വില അറിയത്തില്ലല്ലോ അമ്മേ, ഞങ്ങൾക്ക് എന്തായാലും നന്നായിട്ടറിയാം. എൻ്റെ മോനും മരുമോക്കും ഒരു കാര്യം പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാം നോക്കിയും കണ്ട് ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. അവരെ പൊന്നുപോലെ ഞാൻ നോക്കിയത്. ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും എനിക്ക് ആ വീട്ടിലൊരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു. അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? അമ്മയുടെ സ്വന്തം വീട് പോലെ കണ്ടാൽ മതി. അമ്മയ്ക്ക് ഈ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം. ഈ വീട്ടിൽ ഞങ്ങളെ ശകാരിക്കാം, വഴക്ക് പറയാം, ഞങ്ങളെ വേണേൽ 2 അടി അടിച്ചു അമ്മ. പക്ഷെ അമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് തരണം. എൻ്റെ മക്കളെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകത്തില്ല. ഒരുപാട് നന്ദി അമ്മേ. ചില അമ്മ റെസ്റ്റ് എടുക്കാം. എടി റൂം കാണിച്ചു കൊടുക്കാം. ഏതോ മഴവില്ലിൻ നിറഭേദം പോലെ കാറ്റോടും വഴിയിൽ ദൂരങ്ങൾ ആലോലം പാടും മോമൽ കിളികൾ പോലെ കാതോരം കൊഞ്ചും ഇല്ലില്ല, ഞാൻ വിചാരിച്ച നാളെ കാണാൻ പോവാമെന്നോ. നടക്കുമെന്ന് അറിയത്തൊന്നുമില്ല. അയ്യോ അമ്മ, ഞാൻ കണ്ടില്ലായിരുന്നു. സാരമില്ല മക്കളെ, മക്കൾ അറിയാതല്ലേ, സാരമില്ല. സോറി അമ്മേ. പാറുവേ അമ്മേ എന്തെടുക്കോ? ഞാൻ അരിക്കകത്തതെല്ലാം എടുത്ത് വൈകുന്നേരം കഴിക്കാൻ വൈകുന്നേരം കഴിക്കാൻ ഉപ്പുമാവ്. നാളെ രാവിലെ ഇഡ്ഡലി. മറ്റന്നാൾ രാവിലെ എനിക്ക് പോകണം കേട്ടോ. രാവിലെ എന്തായിരിക്കും? ദോശ. രാവിലെ ദോശ ഉണ്ടോ? അപ്പോൾ ഇതൊരു 4 മണിക്കെല്ലാം കഴിക്കണ്ടോ? 4 മണിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഞുള്ളി പറക്കി കളയുന്നത്, മനസ്സിലായോ? അതെല്ലാം കൂടി എടുത്ത് വായിക്കാത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വേണ്ടായോ ഇതിനകത്ത്? എന്തോ എടുക്കാൻ നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ലയോ? എന്തോ ആർത്തിയായത്? നീ ഉച്ചയ്ക്ക് ചോറൊന്നും തിന്നില്ലയോ? തീറ്റി വരുന്ന മൊത്തം തിന്ന്, നീ മൊത്തം തിന്ന. നീ
ഈ അമ്മത്തം എനിക്കിഷ്ടം. അമ്മയുടെ ഈ അമ്മത്തം. ഇരിക്കും. ആരോ ചെറുക്കൻ എന്തോ പ്രാന്താന്നോ? പ്രാന്തൻ ചെറുക്കൻ കണ്ട. അമ്മേ മക്കളെ എന്തെടുക്കുക? TV കാണുമായിരുന്നു, സീരിയലൊക്കെ. എപ്പോഴും ടി വിക്കകത്ത് മാത്രം സീരിയൽ കണ്ടാൽ മതിയോ? പിന്നെ ഇവിടെ മക്കളെ കാണണ്ടേ? മൊബൈലിലൂടെ ഒക്കെ ഉപയോഗിക്കണ്ടേ? എന്നാ അമ്മയ്ക്കൊരു മൊബൈല്. സന്തോഷമായ ഉപയോഗിച്ച ഫോണല്ലയോ? എൻ്റെ പഴയ ഫോണാ, പക്ഷെ കൂടിയ ഫോണാ അമ്മേ. ഞങ്ങൾ വെളിയിൽ പോകുമ്പോൾ അമ്മയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യാമല്ലോ ഞങ്ങളെ. ആ ഐഫോൺ ഇല്ലായിരുന്നോ? ഐ- അല്ല, ഐഫോൺ ആയിരുന്നെങ്കിൽ ഉപയോഗിക്കാൻ സ്മൂത്തായിരുന്നു. സാരമില്ല, എൻ്റെ സ്നേഹമില്ലാത്ത മക്കൾ ഇതുപോലത്തെ പഴയ ഫോണായിരുന്നു എനിക്ക് തരുന്നത്. അതിന് റബ്ബർ ബാൻഡ് ഉണ്ടായിരുന്നു. ഇതിന് റബ്ബർ ബാൻഡ് ഇത് മതി, ഇത് മതി. ആരുമില്ലാത്ത എന്നെ ഈ വലിയ വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് ഇത് മതി, വലിയ കാര്യം. ഞാൻ നിന്നോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല മൊബൈൽ ഫോൺ കൊടുക്കണമെന്ന്. അത് നല്ല ഫോണല്ലായിരുന്നു. ഇനി അമ്മ ഉപയോഗിക്കുമെന്ന് പോലും നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ഭയങ്കര മോശമായിപ്പോയി. വാ. ഹലോ, എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? സിനിമയ്ക്ക്. സിനിമയ്ക്ക് പോവാന്നോ? അല്ല മോളെ, മോൾ ഉടുപ്പിടാൻ മറന്നുപോയോ? എന്താ പറ്റിയമ്മേ? അല്ല, താഴത്തെ മാത്രമേ ഇട്ടിട്ടുള്ളൂ, മേളത്തെ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, അമ്മയ്ക്ക് യെല്ലോ കളർ ഇഷ്ടപ്പെട്ടോ? മേടിച്ചു തരാം. അമ്മയ്ക്ക് വരുമ്പോൾ സാരി മേടിച്ചു തരാം. പാടി. അയ്യോ, എനിക്ക് വേണ്ട, എനിക്ക് ഇങ്ങനത്തെ സാരി ഒന്നും വേണ്ട. അല്ല, ഈ 4 പേര് കൂടുന്നിടത്ത് കയ്യും കാണിച്ചോണ്ട് നടക്കുമ്പോഴേ അത് ഇച്ചിരി തൊലിക്കട്ടിയൊക്കെ വേണം കേട്ടോ. പക്ഷെ ഞാൻ നല്ല തറവാട്ടി പറഞ്ഞവളാ. എന്റെ കുടുംബത്തിൽ ഇതൊന്നും നടക്കത്തില്ല. ആട്ടക്കാരി. പോയി ഡ്രസ് മാറിയിട്ടി. അമ്മ എന്തോ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അയ്യോ, അമ്മ പിന്നെ എങ്ങനെ സംസാരിക്കണം? അമ്മ പിന്നെ താണു വണങ്ങി നിൽക്കണോ? പറ്റത്തില്ല എനിക്ക്. ഇത് എന്റെ വീടാ. ഞാൻ പറയുന്നത് പോലെ ഇവിടെ നടക്കും. മനസ്സിലായോ? പറ്റത്തില്ലെങ്കിൽ ഇറങ്ങി പൊക്കോ. തന്തയും തള്ളയും കൂട്ടി വളർത്താത്തതിന്റെ എല്ലാം കാണുന്നുണ്ട്. ഇതെന്റെ വീടാ. ഞാൻ പറയുന്നത് വേണം ഇവിടെ നടക്കാൻ. മനസ്സിലായോ? അല്ല, അതിരിക്കട്ടെ, രണ്ടുപേരും കെട്ടിയിറങ്ങി അങ്ങ് പോവാന്നല്ലോ. ഒരു പഴയ ഫോൺ തന്നെ ഞാനത് തോണ്ടിക്കൊണ്ടിരുന്ന് വയറ് നിറയെ ആഹാരവും കഴിച്ചിട്ട് എൻ്റെ വയറ് മൊത്തം സ്തംഭിച്ചിരിക്കുക. എൻ്റെ അവസ്ഥ ആർക്കെങ്കിലും വരുമോ? ഈ ഭൂലോകത്തിൽ ഏതെങ്കിലും പെണ്ണിന് വരുമോ? വരത്തില്ല. കാരണം അത്ര മനപ്രയാസമാണ് ഞാൻ ഇവിടെ ഫോൺ തോണ്ടി അനുഭവിക്കുന്നത്. ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കുമോ നീയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ വീടിന് കാവൽ നിൽക്കാൻ ഞാൻ നിന്റെ സെക്യൂരിറ്റിയോ? വല്ല പട്ടിയെ വല്ലതും വാങ്ങിച്ച് വളർത്തടാ, എന്നെ ഇവിടെ നിർത്തിയേക്കാതെ. അല്ല, അമ്മയും കൂടെ റെഡിയാ, നമുക്ക് പോവാം. അയ്യോ, ഓ നമ്പ്ര, അതെ, നിന്റെ ഒന്നും ഔദാര്യമല്ല, എന്റെ അവകാശമാണ്. ഞാൻ വാങ്ങിച്ചെടുക്കും. ഡ്രസ്സ് ഒന്ന് മാറട്ടെ. അല്ല, ഇത് നല്ല സാരിയാണല്ലോ. നല്ല ഡ്രസ്സ് അത് നീ അങ്ങ് പറഞ്ഞാൽ മതിയോ? എനിക്ക് ഇത്ര നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ പറ്റത്തില്ല. ഇച്ചിരി ഗിൽറ്റും പുൽറ്റും ഉള്ള വേണം. നിന്റെ അമ്മയില്ലേ? നിന്റെ അമ്മയാ. മിണ്ടരുത്. നീയാ പറഞ്ഞത് ദത്തെടുക്കണമെന്ന്. ദത്തെടുക്കണമെന്ന് പറഞ്ഞാൽ നല്ല നോക്കി എടുക്കണമായിരുന്നു. എന്ത് ചെയ്ത്? ഒരു കാര്യം ചെയ്യ്, നീ പോയി ഡ്രസ്സ് മാറ. നിങ്ങളും പോയി മാറും. ഹലോ ചേട്ടാ, ഹലോ. ഹലോ, എന്തുവായി നോക്കുന്നേ? എടാ ആവാസ, പട്ടാപ്പകൽ ഒളിഞ്ഞു നോക്കുന്നോടാ. കാണിച്ചു തരാം. നീ എന്തിനാടാ ഞാൻ തുണി മാറുന്നിടത്ത് ഒളിഞ്ഞു നോക്കിയേ? ഒളിഞ്ഞു നോക്കാം. ഞാൻ ഒന്നും കണ്ടില്ല. ഇവിടെ ആരെ കാണുന്നുണ്ടോ എന്ന് വിളിച്ചതാ. ഓഹോ, ആരെ നീ കണ്ടില്ലെങ്കിൽ തുണി മാറുന്നത് കണ്ടോണ്ടിരിക്കുന്നു അല്ലയോ? അയ്യോ, ഞാനിവിടെ ക്യാമറ വെക്കാൻ വന്നു. ഇവിടെ ആരും കണ്ടില്ല, അതാ വിളിച്ചത്. ഓഹോ, അപ്പൊ ലൈവായിട്ട് കണ്ടതും പോലെ അത് ക്യാമറയെ പിടിച്ചതും കണ്ട് ആസ്വദിക്കാൻ നിൽക്കും അല്ലയോടാ വൃത്തികെട്ടവനെ. അയ്യോ, അതൊന്നും അല്ല, CCTV ക്യാമറ വെക്കാൻ വന്നതാണ്. ഇവിടെ ക്യാമറ ഒന്നും വെക്കണ്ട, നീ പോയിക്കേ അങ്ങോട്ട്. ഇതിന്റെ ജോലിയാണ്. നിന്റെ ജോലിയോ ക്യാമറ വെക്കുന്നതോ? പെൻഷൻ വല്ലതും കിട്ടുവോടാ? ഇല്ല, ഇതിന് പെൻഷനില്ല. എന്തുവായാലും ഞാൻ പറയുന്നു, ഇവിടെ ക്യാമറ വെക്കണ്ട. നീ പൊയ്ക്കേ അങ്ങോട്ട്. ഇവിടുത്തെ സാറിനെ വിളിക്കോ? പുള്ളിക്കാരൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഏത് സാറ്? ഇവിടുത്തെ ചേട്ടൻ. അതൊക്കെ പണ്ട്. ഇപ്പൊ ഇവിടുത്തെ അമ്മ, സാറമ്മ ഞാനാ. ഞാൻ പറയുന്നത് പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എന്നാ സാറാണ് ആ പുള്ളിക്കാരനൊന്ന് വിളിച്ചാട്ടെ. എടാ, അമ്മേ വേണ്ടേ ഇവൻ എന്താണ്ടൊക്കെ പറയുന്നു. ഇവൻ സുശീല. നീ പറഞ്ഞിട്ടാന്നോ? ഞാൻ പറഞ്ഞമ്മേ. പറഞ്ഞേ ഇവനോട് CCTV വെക്കണ്ടെന്ന്. അയ്യോ അമ്മേ, അത് ബ്ലറാ അമ്മേ, അത് ശരിയാക്കാൻ വന്നയാ. ഓഹോ, നമുക്കറിയാം. പേജ് വെച്ചാലും അല്ലെങ്കിൽ മുഴച്ചിരിക്കത്തില്ലേ. എനിക്കറിയാവിടാ, ഞാൻ വന്നു കയറിയവളല്ലയോ. അയ്യോ അങ്ങനൊന്നും പറയാതെ, അമ്മയ്ക്ക് ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമല്ലേ തന്നേക്കുന്നത്. എന്നാ ഇവനെ പറഞ്ഞു വിട്. അമ്മേ, അത് ശരിയാക്കിട്ട് പോയാ പോരെ. പറഞ്ഞു വിടറാ. ഇവന് ഞാൻ തുണി മാറുന്ന ഒളിഞ്ഞു നോക്കി. പറഞ്ഞു വിടറാ.
ഈ വീടിന് 4 സൈഡിൽ ഞാൻ ക്യാമറ വെച്ച്, നീ അത് അയച്ചെടുക്കാൻ പറഞ്ഞ? സുശീല ഇയാളിപ്പോൾ പോടെ, ഞാൻ വിളിക്കാം. എന്ത് പോലീസ് ഇത് ഞാൻ അയച്ചോണ്ട് കൊണ്ടുവന്ന്? ഞാൻ പറയുന്നത് കേൾക്ക്, ഇയാളിപ്പോൾ പോ, ഞാൻ വിളിക്കാം. ഇവർക്ക് പ്രാന്ത് എവിടെയെങ്കിലും കൊണ്ട് കളയുന്ന അവൻ. അമ്മേ അമ്മ അകത്തു. ആ ഞാനിതിനാ പോകുന്നത്, ഞാനല്ലേ ഇവിടെ കാരണോത്തി. നീ അകത്ത് പോ, ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. നീ അകത്ത് പോ, ഞാൻ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. അമ്മ അകത്ത് പോയി കിടക്ക്, വയ്യായിരിക്കും. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ. വൈകുന്നേരം വരെ ഞാൻ ഇവിടെ നിൽക്കും. നീ അകത്ത് പോ, എന്നെ പഠിപ്പിക്കല്ലേ, പോ. അയ്യപ്പാ, അയ്യപ്പാ. സ്റ്റേഷനിൽ നിന്നാണേ പാസ്പോർട്ട് കൊടുത്തിട്ടായിരുന്നല്ലോ, കൊടുത്തായിരുന്നു. അതിന്റെ വെരിഫിക്കേഷൻ വന്നതാണ്. വിപിൻ ആരാണ്? ഹസ്ബൻഡാ. ഹസ്ബൻഡാണ്. പാർവതി? അത് ഞാനാ, വൈഫാ. ഇവന് നീയുമായിട്ട് എന്ത് ബന്ധം? ആരാടാ നീ? പോലീസാണ്. എന്തോ മോനെ, നിങ്ങൾ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ വെരിഫിക്കേഷൻ വന്നതാണ്. അതൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോ നോക്കാൻ വന്ന ആളാണ് ഞാൻ. ഇത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെന്ന് പറയണം. ഓ, വിപിൻ കറക്റ്റ്. ഹസ്ബൻഡ്. പാർവതി കറക്റ്റ്. വീട്ടുപേര് തേരാത്ത് വീട്, ഏഴംകുളം, പത്തനംതിട്ട. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. പോസ്റ്റ് ഓഫീസ് അടൂരല്ലേ? കറക്റ്റ് കറക്റ്റ്. ഏട്ടന്റെ ആധാർ കാർഡ് എടുത്തിട്ട് വരും. ഞാൻ കൊണ്ടുവരാം. അല്ല സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം സാർ ഇത്രയും ചോദിച്ചില്ലേ, അത് എന്തോത്തിന് വേണ്ടിയിട്ടാ? ഇതൊക്കെ എന്തിനാ കറക്റ്റ് ആണെന്ന് അറിയുന്നേ? നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടില്ലേ അവിടെ? ഇത് കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് വേണം എനിക്ക് ഇത് വെരിഫൈ ചെയ്ത് കൊടുക്കാൻ. എന്നാൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടുള്ളൂ. ഈ പാസ്പോർട്ട് അത്യാവശ്യം ഉണ്ടായത് കൊണ്ടാണല്ലോ ഇതിലെല്ലാം കൊടുക്കുന്നത്. അപ്പൊ അവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തെറ്റിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് തലയ്ക്ക് വട്ടില്ലല്ലോ സാറേ. നിങ്ങൾക്ക് പാസ്പോർട്ട് വേണോ? അയ്യോ വേണം. എന്നാൽ അവരോട് മിണ്ടായിരിക്കാൻ പറയും. എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല. പാടില്ല. പിന്നെ ആളുടെ പേര് കേസുകളൊന്നും ഇല്ലല്ലോ ഇപ്പോഴത്തതോ പഴയതായിട്ടുള്ള ഒന്നും? അല്ല, ഏട്ടന്റെ ഇപ്പൊ കേസൊന്നുമില്ല, പക്ഷെ പണ്ടുണ്ടായിരുന്നു. കാരണം ഈ ചെറുക്കൻ തൊട്ട കൈക്ക് അടിക്കുമായിരുന്നു. ഒരു കൊച്ചിന്റെ തലയൊക്കെ തള്ളിയിട്ട് മുറിഞ്ഞ് ആ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി. ഇവർക്ക് പൈസ ഉള്ളത് കൊണ്ട് അങ്ങ് തേച്ച് മായ്ച്ച് അങ്ങ് കളയും. അമ്മ എന്തോ അമ്മ പറയുന്നത്? സത്യം പറയുന്നത് അവരോട് അറിഞ്ഞിരിക്കട്ടെ. ഒരു കാര്യം ചെയ്യും, 1-2 കൊടുത്ത് ചെറുക്കനെ ഒഴിവാക്കി. അമ്മ പറയുന്നത് പഴയ കാര്യം. കുഞ്ഞുങ്ങളായിരിക്കുമ്പോ അങ്ങനെ പലതും ചെയ്യും, പക്ഷെ ആ ചെറുക്കൻ അത് ചെയ്യുന്നതാ. ഈ ആൾ ഉണ്ണിയായിരുന്നപ്പോൾ ഉള്ള കാര്യമല്ല ചോദിച്ചത്, ആൾക്ക് ഇപ്പോൾ വല്ല കേസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. ചൊട്ടയിലെ ശിരം ചൊടല വരെ ആ ചെറുക്കൻ ഇപ്പോഴും ഉണ്ട്. ആ ഉണ്ണിയായിരുന്നപ്പോഴുള്ള ദേഷ്യം ഇപ്പോഴും ഉണ്ട്. ഞാനൊക്കെ എന്തോ അമ്മ പറയുന്നത്? അമ്മ അറിയാണ്ട് പറയുന്നത്. ഏട്ടൻ അങ്ങനെയുള്ള കേസുകളും കാര്യങ്ങളും ഒന്നും സാറിന് വേണ്ടി ഇവിടെ ഒക്കെ അന്വേഷിക്കാം. എനിക്ക് നല്ല ബോധമുണ്ട്, നല്ല ബോധത്തോടാ ഞാൻ പറയുന്നത് സാറേ. സാറെന്ന് അവിടെ അന്വേഷിച്ച് പോകുമ്പോഴേ ആ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലൂടെ കയറിക്കോ, വെള്ളിമല. ഇപ്പൊ ആരും അങ്ങോട്ട് കയറുന്നില്ല, ഒന്ന് കയറി നോക്കിക്കോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ മൊത്തത്തിൽ ഒന്നുകൂടെ പോയി അന്വേഷിക്കട്ടെ, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും വരാം. ഇപ്പോൾ എന്തായാലും ഫെയിലാണ്. ഓക്കെ, ശരി എന്നാ ഒന്നുകൂടെ കൊടുത്തേക്ക്. തോറ്റോ അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നേ? എന്തു മോളെ, നീ അല്ലേ പറഞ്ഞ എല്ലാത്തിനും അഭിപ്രായം പറയണമെന്ന്? ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. അഭിപ്രായം പറഞ്ഞ എങ്ങനെ മനുഷ്യന്റെ ജീവിതം തൊലയ്ക്കുന്ന അഭിപ്രായം ഒന്നും പറയുന്നത്? ഞാൻ ജീവിതം തൊലയ്ക്കാൻ നടക്കുമോ? എന്നാ പിന്നെ ഞാൻ കൊണ്ടുവിട്ടേക്കടെ എടുത്തതല്ല പിന്നെ ഞാൻ അഭിപ്രായം പറയാൻ പറഞ്ഞ എന്റെ കാലം എന്തെന്ന് എനിക്ക് വയ്യ. എനിക്ക് പാസ്പോർട്ട് ഇട്ടിട്ട് പോകാനല്ലേ എല്ലാവരും കൂടെ? അങ്ങനെയാണോ അമ്മ പറയുന്നത്? ഇത് കണ്ടോ, ഇതാ അനങ്ങാതെ ഒറ്റ നിപ്പ. ഇതഴിക്കണം. ഒരു കാര്യം ചെയ്യ്, അഴിക്കാം. അഴിക്കാനോ കേറിയതല്ലേ ഉള്ളൂ. വിപിൻ അഴിക്കാൻ നോക്കിയിട്ടില്ലയോ? ഓ, വിപിനേട്ടനെ കൊണ്ട് പറ്റാത്തോണ്ടാ നിങ്ങളെ വിളിപ്പിച്ച്. എന്നാ പിന്നെ ഞാനങ്ങ് അഴിക്കാം. ഇതിപ്പോ ശരിയാക്കി തരാം. ബിബിൻ ഇനി എന്നാ ഓഫ്? അറിയത്തില്ല, എന്നോട് ഇപ്പൊ പഴയ പോലെ ഒന്നും പറയാറില്ല. ഓഫൊക്കെ നോക്കി വെച്ചിട്ട് വരാനോ വൃത്തികെട്ടവനെ. ഇതിപ്പോ ഇളകി കളയുമല്ലോ ഭഗവാനെ. ഈ ഡോറിനിട്ട് എന്താ പണി? ഇത് ഇച്ചിരി പാടാം. ഇത് പിന്നെ നോക്കാം. നമുക്കിപ്പം വയറ് നോക്കാം. വയറോ? ഇത് സോഫ്റ്റ് വയറാണല്ലോ. അത് ഞാൻ ഹാർഡ് വയറാക്കി തരാമടാ. ഇതിപ്പോ ഇങ്ങനെ കണ്ടാ മനസ്സിലാവത്തില്ല. ഇത് മൊത്തത്തിലൊന്ന് അഴിച്ച് കാണണം. എന്നാ പിന്നെ ചേട്ടനും കഴിച്ചോ?
ഞാൻ അടിച്ചു തരാപടി. ആരുടെ വയറാടാ കണ്ടേ? നിനക്ക് ആരുടെ വയറാടാ കണ്ടത്? അമ്മ എന്തീ പറയുന്നേ? സോഫ്റ്റ്വെയർ മാത്രമേ കാണത്തുള്ളൂ, നീ ഹാർഡ്വെയർ കാണുമോ? എനിക്ക് ഞാൻ കാണിക്കാം എവിടാ. ഞാൻ ഈ ഇലക്ട്രിക്കൽ വയറിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇലക്ട്രീഷ്യനാ. ഓ ഇലക്ട്രീഷ്യനാ. അപ്പൊ ഈ ഡോർ കിടന്ന് അനങ്ങിയതോ? ഞാൻ ഈ ആശ റെഡിയാക്കി. എനിക്ക് ആശാരിപ്പണി അറിയാം. അപ്പൊ നീ ഇലക്ട്രീഷ്യനുമാണ് ആശാരിയുമാണ്. ഇനി നീ പ്ലംബറാന്ന് പറയുമല്ലോ. ഞാൻ പ്ലംബറുമാണ്. പക്ഷെ നീ ഡോക്ടറാന്ന് മാത്രം പറയരുത്. എനിക്ക് അത്യാവശ്യം വൈദ്യോ അറിയാം. ഓ അപ്പൊ ഇവിടെ ഹോളിവുഡ് സിനിമ ഓടുവരുന്നല്ലേ നായകാ. നീ എന്തിനാടാ ഇവിടെ വന്നേ? ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല, വിളിച്ചിട്ട് വന്നതാ. അയ്യോടിയേ, വിളിച്ചു കയറ്റിയോ നീ? ആ ഞാൻ പണിക്ക് വേണ്ടി വിളിച്ചതാ. അതെനിക്ക് മനസ്സിലായി. ഇടി വൃത്തികെട്ടവളെ, നിന്നെ ഞാൻ ഇങ്ങനെ സ്നേഹിച്ച് ആ പാവം ചെറുക്കനെ ഉറക്കി കിടത്തിന് ഇവിടെ നിന്ന് ഹോളിവുഡ് പടം കളിക്കുമായിരുന്നോ നിങ്ങള്? എന്റെ മോനെ, നിന്നെ അവിടെ ഉറക്കി കിടത്തിട്ട് ഇന്ന് അത്തും ഈ ചെറുക്കനും കൂടി ഇവിടെ ഹോളിവുഡ് സിനിമ ഓടിക്കുമായിരുന്നടാ. എനിക്ക് മനസ്സിലായില്ല. എന്റെ ഏട്ടാ, ഇവരെന്നെ ഏട്ടനെ കൂടെ പിടിച്ചെന്നാ പറയുന്നത്. അമ്മേ, എൻ്റെ കൂട്ടുകാരൻ അരുണായത്. അവൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചയാ. അമ്മ, അവൻ ജോലിയുടെ ആവശ്യമായിട്ട് വന്നയാ. ആഹാ, അവൻ ഇപ്പൊ ജോലി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കൊച്ചിന്റെ 28 കെട്ടിനെ അവനെ കാണൂ. അയ്യേ ഇവനെ, ഞാനിപ്പോ പോവാ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ തലയുടെ 16 എഴുതി കൂടേണ്ടി വരും. ഒന്ന് മാറി. അശ്ലീലം വന്നേ. സ്വഭാവം ഇത് നിനക്ക് കാണിക്കാം. ഇലക്ട്രീഷ്യൻ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ. നിന്റെ ഒറ്റ ഒരുത്തി കാരണം ഇതെല്ലാം ഉണ്ടായത്. എനിക്ക് മാത്രമല്ലായിരുന്നല്ലോ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. എടി, നീ എന്നോട് ഒന്ന് പറഞ്ഞേ. അപ്പുറത്ത് വീട്ടി ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു, ആറുമാദിക്കുന്നു, അവിടുത്തെ സൗണ്ട് ഇവിടം വരെ കേൾക്കാം. എന്തൊക്കെയായിരുന്നു? അങ്ങനെ ഞാൻ പറഞ്ഞേ കൊള്ളാവും നോക്കി എടുക്കാൻ പഠിക്കണമായിരുന്നു. വഴി കൂടെ എന്തോ വന്ന ആദ്യത്തെ 2 ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. 3-ാമത്തെ ദിവസം പെണ്ണുമ്പുള്ള തുള്ളി തുടങ്ങി. 4-ാമത്തെ ദിവസം ഉറഞ്ഞു തുടങ്ങി. 5-ാമത്തെ ദിവസം ആഹ്ലാദിച്ചു തുടങ്ങി. 6-ാമത്തെ ദിവസം അലറി തുടങ്ങിയവർ. അലറി വയ്യ, എനിക്ക് വയ്യ. എന്തെങ്കിലും കോമഡി കണ്ടേ പറ്റത്തുള്ളൂ. കോമഡി കാണണം, വെറുതെ ഇരുന്നാൽ പറ്റത്തില്ല. ആ എന്താ ഇവിടെ ഒരു ഡിസ്കഷനൊക്കെ? താക്കോലി ഞങ്ങൾ പോട്ടെ. നീ ഇരിക്കടയാ, സമയമില്ല, വന്ന് കയറിയുള്ളൂ. പോട്ടാ. എടേ, നീ ഇരിക്കടേ, സംസാരിക്കാം. ഇരിക്കും. ബൈ, ഒന്ന് ഇരുന്നിട്ട് പോവാം. നിങ്ങൾ എപ്പോ വന്നു? ഞങ്ങളിപ്പോൾ വന്നേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? നല്ലായിരുന്നു. എന്തായാലും തൊഴുതോ? തൊഴാനൊക്കെ പറ്റി. നമുക്ക് ഒന്ന് പോകണം കേട്ടോ. എന്താടാ മുഖത്തൊക്കെ ഒരു ക്ഷീണം രണ്ടുപേരുടെ? ഒന്നുമില്ല, ചെറിയ പനിയുടെ കോള. ഒന്നുമില്ലേ എടാ ഉണ്ടോ? എന്തു? എടാ, നിങ്ങളുടെ വീട്ടിലൊരു അമ്മയെ കൊണ്ടുവന്നില്ലേ? അവിടുത്തെ ചിരി അട്ടഹാസമൊക്കെ കേട്ടിട്ട് ഞാനൊരു അമ്മയെ കൊണ്ടുവന്നു. ഒന്നും പറയണ്ടടാ, സമാധാനം കിട്ടുന്നില്ലല്ലേ? അവർ വിചാരിച്ച പോലൊന്നുമല്ല, ഭയങ്കര സാധനമാണ്. എന്തൊക്കെയാ പറയുന്നത് അവർക്കേ അറിയത്തില്ല. അത് ശരി. എടാ, ഇതൊക്കെ ആരുടെങ്കിലൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് വേണ്ടടാ ചെയ്യാൻ. ഞങ്ങളുടെ വീട്ടിൽ വന്ന് അവരെ ഒഴിപ്പിക്കാൻ വന്ന പാട് ഞങ്ങൾക്കറിയാം. എടാ, അതിനെ ഒരു വിധത്തിൽ തലേന്ന് ഒഴിപ്പിച്ചിട്ട് മൂകാംബയെ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരുന്ന മഴ വരുന്നത്. അല്ല, അപ്പൊ അവിടുന്ന് കേട്ട ചിരിയും കളിയൊക്കെ? എടാ, കൊലച്ചിരിയായിരുന്നടാ അതൊക്കെ. എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ വന്നതിന്റെ അത്രയും വലുതൊന്നും ആയിരിക്കത്തില്ല ഇവിടെ വന്നത്. ആര് പറഞ്ഞു? അതിനെ കാട്ടി ഭയങ്കര, അതിനെ കാട്ടി. നിർഭാഗ്യവശാൽ നിങ്ങൾ 2 കൂട്ടരും പറയുന്നത് എന്നെ പറ്റിയാകുന്നു. മക്കളെ, ഇന്നാ മക്കളെ താക്കോൽ. അത് ശരി. ഞങ്ങൾ എങ്ങനെങ്കിലും തലേന്ന് ഒഴിപ്പിച്ച് കളഞ്ഞേനെ നിങ്ങൾ മേടിച്ചോണ്ട് ഇവിടെ കൊണ്ട് വെച്ചേക്കോല്ലേ? നീയല്ല ഞാനാ കടിക്കണ്ടേ. എന്റെ പൊന്നു പെണ്ണുമ്പോൾ നിങ്ങൾക്ക് ഈ വീട്ടിൽ വന്ന് ആ പറമ്പിൽ ഇറങ്ങിയപ്പോൾ ആ വീട് കണ്ടപ്പോൾ ഇവന്റെ വീടാന്ന് അറിയത്തില്ലായിരുന്നു? അറിയായിരുന്നു, നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ സ്വന്തം കുഴി ആരും തോണ്ടത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തില്ല. എൻ്റെ ഒരു ഭാഗ്യം നോക്കണേ, എനിക്കിപ്പോൾ 4 മക്കളും 2 വീടുമായി. അതുകൊണ്ട് ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം. 2 ദിവസം ഇവിടെയും 2 ദിവസം അവിടെയും കിടക്കാം. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, രാവിലെ ഇവിടെ നിന്നിട്ട് ചായയും പലഹാരവും കഴിച്ച് ഉച്ചയ്ക്ക് അവിടെ വന്ന് ചോറുമൊക്കെ കഴിച്ച് നന്നായിട്ട് ഉറങ്ങി വൈകുന്നേരം പിന്നെ ഇവിടെ വന്ന് ചായയും പലഹാരവും പിന്നെയും കഴിച്ച് അവിടെ വന്ന് കിടന്ന് സന്ധ്യയ്ക്ക് അത്താഴവും കഴിച്ച് നാമവും ജപിച്ച് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങാം. ഇവിടെ ആവുമ്പോൾ AC ഉണ്ടേ.